ഇന്ന് നമുക്ക് രാമൻ സ്പെക്ട്രോസ്കോപ്പി പഠിക്കാം. അതിനുവേണ്ടി രാമൻ എഫക്റ്റ് എന്താണ്, അല്ലെങ്കിൽ രാമൻ സ്കാറ്ററിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. സ്കാറ്ററിങ് രണ്ട് രീതിയിലാണുള്ളത്. വെൻ ലൈറ്റ് പാസസ് ത്രൂ ഓർഡിനറി മീഡിയം, ഗ്ലാസ് പോലുള്ള മീഡിയത്തിൽ പാസ് ചെയ്യുമ്പോൾ ഫ്രീക്വൻസി ഓഫ് ദ ഇൻസിഡൻറ്റ് ആൻഡ് ദ സ്കാറ്റേഡ് റേഡിയേഷൻ ആർ സെയിം. അല്ല, നമുക്കറിയാം റിഫ്രാക്റ്റഡ് റേ അതിൻ്റെ ഡയറക്ഷനൊക്കെ മാറിയെന്ന് പറഞ്ഞാലും അതിൻ്റെ ഫ്രീക്വൻസിക്ക് വ്യത്യാസമൊന്നും വരില്ല. എന്നാൽ നമ്മൾ ആ മീഡിയം എന്ന് പറയുന്നത് ഓർഗാനിക്കായിട്ടുള്ള എന്തെങ്കിലും മാറ്ററാണ്, ലൈക്ക് ബെൻസീൻ, ടൊളുവിൻ ആണെങ്കിൽ എന്നാ സംഭവിക്കുന്നറിയാമോ? ദ സ്കാറ്റേർഡ് ലൈറ്റ് കൺസിസ്റ്റ് ഓഫ് ഇൻസിഡൻറ്റ് ഫ്രീക്വൻസി ആൻഡ് ഫ്രീക്വൻസി എബവ് ആൻഡ് ബിലോ ദ ഇൻസിഡൻറ്റ് ഫ്രീക്വൻസി. അപ്പം ആ ഇൻസിഡൻറ്റ് ചെയ്യുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസി കൂടാതെ അതിനേക്കാളും കുറവുള്ള ഒരു ഫ്രീക്വൻസി, അതിനേക്കാളും കൂടുതലുള്ള ഒരു ഫ്രീക്വൻസി നമുക്ക് കിട്ടും. അതിനെയാണ് രാമൻ സ്കാറ്ററിങ് എന്ന് പറയുന്നത്. ഇൻസിഡൻറ്റ് ഫ്രീക്വൻസിയേക്കാൾ കുറവുള്ള ലൈൻസിനെ വിളിക്കുന്ന പേരാണ് സ്റ്റോക്ക് ലൈൻസ് എന്നും, ഇൻസിഡൻറ്റ് ഫ്രീക്വൻസിയേക്കാൾ കൂടുതലുള്ള ഫ്രീക്വൻസിയുള്ള ലൈനിനെ വിളിക്കുന്നതാണ് ആൻറ്റി സ്റ്റോക്ക് ലൈൻസ്. അപ്പം അതിനകത്ത് അൺമോഡിഫൈഡ് ആയിട്ടുള്ള ലൈന് നമ്മൾ റെയിലിക് ലൈൻ എന്നും, ഫ്രീക്വൻസിക്ക് വ്യത്യാസം വന്ന പേരൻറ്റ് ലൈനിൽ നിന്നും വ്യത്യാസമുള്ള സ്റ്റോക്ക് ലൈനെ, ആൻറ്റി സ്റ്റോക്ക് ലൈനെ നമ്മൾ രാമൻ ലൈൻസ് എന്നാണ് വിളിക്കുന്നത്. ഇത് ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്തത് നമ്മുടെ സ്വന്തം CV രാമനാണ്. അതുകൊണ്ടാണ് അതിനെ രാമൻ എഫക്റ്റ് എന്ന് വിളിക്കാനുള്ള കാരണം. CV രാമന് നോബൽ സമ്മാനം ലഭിച്ച വർക്കാണ് രാമൻ എഫക്റ്റ് എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. ഇനി ഇതിൻ്റെ സ്പെക്ട്രം നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് കാണാം. VI അല്ലെ ന്യൂ ഐ എന്ന് പറയുന്നതാണ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ്റെ ഫ്രീക്വൻസി എങ്കിൽ, അപ്പം കിട്ടുന്ന ഫ്രീക്വൻസിയിലൊരു ഷിഫ്റ്റ് ഉണ്ടാവും. കിട്ടുന്ന നമുക്ക് സ്കാറ്റർ ചെയ്ത ലൈറ്റിൻ്റെ ഫ്രീക്വൻസിയെ നമുക്ക് ന്യൂ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ന്യൂ എഫും ന്യൂ ഐയും തമ്മിലൊരു ഷിഫ്റ്റ് ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞു. ആ ഷിഫ്റ്റിനെ വിളിക്കുന്ന പേരാണ് ന്യൂ എഫ് മൈനസ് ന്യൂ ഐ വിച്ച് ഇസ് ഇക്വൽ ടു ഡെൽറ്റ ന്യൂ. അതിനെയാണ് നമ്മൾ രാമൻ ഷിഫ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ആ സ്പെക്ട്രം നോക്കിക്കേ. സ്പെക്ട്രത്തിനകത്ത് നമുക്ക് കാണാം ഇൻസിഡൻറ്റ് ലൈറ്റിൽ ഒറ്റ ഒരു സ്പെക്ട്രം മാത്രമേ ഉള്ളൂ, ഒറ്റ ഒരു ലൈൻ മാത്രമേ ഉള്ളൂ. എന്നാൽ അത് സ്കാറ്റേർഡ് ബീമിൻ്റെ സ്പെക്ട്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് നടുക്കായിട്ട് ആ ഇൻസിഡൻറ്റ് ലൈനിൻ്റെ ഫ്രീക്വൻസി വിത്ത് ലെസ് ഇൻറ്റൻസിറ്റി കാണാൻ സാധിക്കും. അതുകൂടാതെ ലെഫ്റ്റ് സൈഡിൽ ആൻറ്റി സ്റ്റോക്ക് ലൈനും റൈറ്റ് സൈഡിൽ സ്റ്റോക്ക് ലൈൻസും കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റ്, ഇത് എങ്ങനെയാണ് ഇത് ഒബ്സർവ് ചെയ്യുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ രാമൻ സ്പെക്ട്രം കാണാൻ വേണ്ടി നമ്മൾ ബെൻസീൻ, ടൊളുവിൻ അങ്ങനെയുള്ള ഓർഗാനിക് സാമ്പിൾ ഏതെങ്കിലും നിന്നകത്ത് നമ്മൾ മോണോക്രോമാറ്റിക് ലൈറ്റ് വെച്ച് ഇലുമിനേറ്റ് ചെയ്യും. അതിനകത്തുനിന്ന് സ്കാറ്റർ ചെയ്യുന്ന ലൈറ്റ് നമ്മൾ സ്പെക്ട്രോഗ്രാഫ് വെച്ചൊക്കെ നോക്കുന്നുടനെ നമുക്ക് ഈ പാറ്റേൺസ് കാണാൻ സാധിക്കും. ഇത് ഒബ്സർവ് ചെയ്യേണ്ടത് എപ്പോഴും സ്കാറ്റേർഡ് ലൈറ്റ് അറ്റ് റൈറ്റ് ആംഗിൾ ടു ദ ഇൻസിഡൻറ്റ് റേഡിയേഷൻ ആയിരിക്കണം. ഇപ്പോൾ ഇൻസിഡൻറ്റ് ലൈറ്റിന് പെർപെൻഡിക്കുലറായിട്ട് സ്കാറ്റർ ചെയ്യുന്ന ലൈറ്റ് വേണം ഒബ്സർവ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു രാമൻ ട്യൂബുണ്ട്. അതിനകത്താണ് നമ്മൾ ഇതിനകത്തെ സാമ്പിൾ ഏതാണോ നമ്മൾ സ്റ്റഡി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാമ്പിൾ അത് ഫില്ല് ചെയ്യുന്നത്. അതിൻ്റെ ഒരറ്റം ഒപ്റ്റിക്കൽ വിൻഡോ W വെച്ചിട്ട് നമ്മൾ അടച്ചു വെച്ചേക്കുവാണ്. അതിൻ്റെ മറ്റേ അറ്റം എന്ന് പറയുന്നത് ഒരു ഹോൺ ഷേപ്ഡായിട്ട് ബ്ലാക്ക് ആൻഡ് ഔട്ട്സൈഡായിട്ട് ബ്ലാക്ക് ആൻഡ് ചെയ്തിട്ടുള്ള ഒരു എൻഡായിരിക്കും. അത് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു ഹോൺ ഷേപ്ഡായിട്ടുള്ള ബ്ലാക്ക് ആൻഡ് ആയിട്ടുള്ള ഒരു എൻഡ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ നമ്മൾ ഈ മെർക്കുറി ലാമ്പാണ് ഇവിടെ സോഴ്സായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം അതിനകത്ത് ഇഷ്ടംപോലെ ഫ്രീക്വൻസി ഉണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് മോണോക്രോമാറ്റിക് ലൈറ്റ് മാത്രം വേണ്ടുന്നതിന് നമ്മളൊരു ഫിൽറ്റർ കൊടുക്കാറുണ്ട്. അതുകൂടാതെ ഒരു വാട്ടറിൻ്റെ ബ്ലാങ്കറ്റ് ഇതിന് ഈ രാമൻ ട്യൂബിന് ചുറ്റും ഉപയോഗിക്കുന്നുണ്ട്. ഓവർ ഹീറ്റിങ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഒരു വാട്ടർ ബ്ലാങ്കറ്റ് ഉപയോഗിക്കുന്നത്. അതുകൂടാതെ ഒരു അലൂമിനിയം റിഫ്ലക്ടർ നമ്മുടെ ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടാൻ വേണ്ടി ഒരു റിഫ്ലക്ടറും ഉപയോഗിക്കും. നോക്കിക്കുക, ഇതാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്. കണ്ടോ,
നടുക്ക് കാണുന്ന സി എന്ന് പറയുന്നതാണ് രാമൻ ട്യൂബ്. അതിനകത്താണ് നമ്മൾ ബെൻസിനോ ടൊളുവിനോ ഒക്കെ ഫില്ല് ചെയ്യുന്നത്. അതിൻ്റെ ഒരറ്റം ഒപ്റ്റിക്കൽ വിൻഡോ ആണെന്ന് ഞാൻ പറഞ്ഞു, W എന്ന് പറഞ്ഞു, കണ്ടോ? അതിൻ്റെ മറ്റേ അറ്റം ഹോൺ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു എൻഡാണ്. അത് ബ്ലാക്കൻ ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞു മൾട്ടിപ്പിൾ റിഫ്ലക്ഷനൊക്കെ അവോയ്ഡ് ചെയ്യാനാണ്. പിന്നെ നോക്കിക്കേ, M എന്ന് പറയുന്നതാണ് അതിൻ്റെ സോഴ്സ്. മെർക്കുറി ആർക്ക് ലാമ്പാണ്. അത് ഒരു ഫിൽറ്റർ വഴിയാണ് അതിൻ്റെ ലൈറ്റ് താഴോട്ട് കൊടുത്തേക്കുന്നത്. അത് ഏത് മോണോക്രോമാറ്റിക്കാണോ ലൈറ്റ് വേണ്ടത് അതിൻ്റെ അനുസരിച്ചുള്ള ഫിൽറ്ററായിരിക്കും ഇവിടെ ഉപയോഗിക്കുന്നത്. നോക്കിക്കേ, ആ സി എന്ന് പറയുന്ന ട്യൂബിന് ചുറ്റും ഒരു വാട്ടർ കൊണ്ടുള്ള ബ്ലാങ്കറ്റ് ഉണ്ട്, ഇൻ ഓർഡർ ടു അവോയ്ഡ് ഓവർ ഹീറ്റിംഗ് ഓഫ് ദ രാമൻ ട്യൂബ്. പിന്നെ നോക്കിക്കേ, ഇതിൻ്റെ ചുറ്റും റിഫ്ലക്ടർ, ഒരു അലൂമിനിയം റിഫ്ലക്ടറുണ്ട്, സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ളത്. അപ്പോൾ അത് ഇൻസിഡൻറ്റ് ബീമിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടാൻ സഹായിക്കും. നമുക്ക് ഈ എക്സ്പെരിമെൻറ്റിൻ്റെ ഒബ്സർവേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഈ സ്കാറ്റേർഡ് ലൈറ്റ് സ്പെക്ട്രോഗ്രാഫ് വഴി കണ്ടപ്പോൾ ഈ രാമൻ ലൈൻസ് സ്ട്രോങ്ലി പോളറൈസ്ഡ് ആണെന്ന് കണ്ടു. സ്റ്റോക്ക് ലൈൻസ് ആണെങ്കിലും ആൻറ്റി സ്റ്റോക്ക് ലൈൻ ആണെങ്കിലും പോളറൈസ്ഡ് ലൈറ്റ് ആണെന്ന് കിട്ടി. ഇതുകൂടാതെ സ്റ്റോക്ക് ലൈനും ആൻറ്റി സ്റ്റോക്ക് ലൈനും അൺമോഡിഫൈഡ് അല്ലെ റെയലിക് ലൈനിന് സിമെട്രിക്കലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ഓൺ ഐദർ സൈഡ് ഓഫ് ദ പേരൻറ്റ് ലൈൻ ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് സിമെട്രിക്കലി ഓൺ ഐദർ സൈഡ് ഓഫ് ദ പേരൻറ്റ് ലൈൻ. രണ്ടും ഒരേ സിമെട്രിക്കായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതായിട്ട് കണ്ടു. മൂന്നാമതായിട്ട് സ്റ്റോക്ക് ലൈനിൻ്റെ ഇൻറ്റൻസിറ്റി ആൻറ്റി സ്റ്റോക്ക് ലൈനിനെ കമ്പയർ ചെയ്ത് വളരെ കൂടുതലാണെന്ന് കണ്ടു. അതിനുള്ള കാരണം നമ്മൾ ക്വാണ്ടം തിയറി സ്റ്റഡി ചെയ്യുന്ന ഉടനെ അത് വ്യക്തമായിട്ട് പഠിക്കും. അതായത് സ്റ്റോക്ക് ലൈൻ എന്ന് പറയുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് ബിഗിൻ ചെയ്യുന്ന ഒരു ഇനിഷ്യേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ പോപ്പുലേഷൻ വളരെ കൂടുതലായതുകൊണ്ടാണ് സ്റ്റോക്ക് ലൈന് ഇൻറ്റൻസിറ്റി കൂടുതലാണ്. ആൻറ്റി സ്റ്റോക്ക് ലൈൻ എന്ന് പറഞ്ഞാൽ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്നുള്ള ഇനിഷ്യേറ്റ് ചെയ്യുന്ന ആയതുകൊണ്ട് തന്നെ പോപ്പുലേഷൻ എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള മോളിക്യൂളിൻ്റെ നമ്പർ വളരെ കുറവായിരിക്കും. ഇനി അടുത്ത ഒബ്സർവേഷൻ എന്ന് പറയുന്നത് രാമൻ ഷിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന സാമ്പിളിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി എത്രമാത്രം ഇൻസിഡൻറ്റ് ഫ്രീക്വൻസിയിൽ നിന്ന് മാറുന്നു എന്നുള്ളത് ആ മീഡിയത്തിൻ്റെ പ്രത്യേകത കൊണ്ട്, ആ സ്കാറ്ററർ മോളിക്യൂളിൻ്റെ പ്രത്യേകത കൊണ്ട് മാത്രമാണ്. ദാറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഇൻസിഡൻറ്റ് ഫ്രീക്വൻസി. അപ്പോൾ അതാണ് ഇൻസിഡൻറ്റ് ഫ്രീക്വൻസിയെ രാമൻ ഷിഫ്റ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. അതുപോലെ തന്നെ ചേഞ്ച് ഇൻ ഫ്രീക്വൻസി കറസ്പോണ്ട്സ് ടു ചേഞ്ച് ഇൻ എനർജി ഡ്യൂ ടു റൊട്ടേഷണൽ ആൻഡ് വൈബ്രേഷണൽ ട്രാൻസിഷൻ. രാമൻ സ്പെക്ട്രോസ്കോപ്പി വൈബ്രേഷണൽ റൊട്ടേഷണൽ ട്രാൻസിഷൻ കൊണ്ട് സ്കാറ്റർ മോളിക്യൂളിലെ റൊട്ടേഷണൽ ലെവലിലെ ട്രാൻസിഷനും വൈബ്രേഷൻ ലെവലിലെ ട്രാൻസിഷനും കൂടെ കമ്പൈൻ ചെയ്ത് ഉണ്ടാവുന്നതാണെന്നും ഓർക്കുക. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പി റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത് കാണണമെങ്കിൽ പെർമനൻറ്റ് ഡൈപോൾ മൊമെൻ്റ് ഉള്ള മോളിക്യൂളായിരിക്കണം എന്ന് പറഞ്ഞു. അതുപോലെ വൈബ്രേഷണൽ സ്പെക്ട്രം കിട്ടണമെന്നുണ്ടെങ്കിൽ ഡൈപോൾ മൊമെൻറ്റിന് ചേഞ്ച് ഉണ്ടാവണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു കണ്ടീഷനൊന്നും ഇല്ലെങ്കിൽ തന്നെ അത് രാമൻ സ്പെക്ട്രോസ്കോപ്പി കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പം പെർമനൻറ്റ് ഡൈപോൾ മൊമെൻ്റ് ഇല്ലാത്തതിൻ്റെ റൊട്ടേഷണൽ സ്പെക്ട്രം നമുക്ക് രാമൻ സ്പെക്ട്രത്തിൽ നിന്ന് കിട്ടും. അപ്പോൾ അതാണ് രാമൻ സ്പെക്ട്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയണത്. ക്വാണ്ടം തിയറി വെച്ചിട്ട് നമുക്ക് ഈ രാമൻ ഇഫക്റ്റിനെ വളരെ വൃത്തിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. ക്വാണ്ടം തിയറിയുടെ ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള തിയറമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഒരു കൊളീഷനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം ഈ രാമൻ എഫക്റ്റിനെ. അതായത് ലൈറ്റ് എന്ന് പറയുന്ന അതിൻ്റെ ക്വാണ്ടം എന്ന് പറയുന്നത് ഫോട്ടോണാണെന്ന് നമുക്കറിയാം. ആ ഫോട്ടോണും സ്കാറ്ററിങ് മോളിക്യൂളും തമ്മിലുള്ള ഒരു കൊളീഷനായിട്ട് നമുക്കിതിനെ കാണാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ EI EF എന്ന് പറയുന്നത് മോളിക്യൂളിൻ്റെ സ്കാറ്ററർ മോളിക്യൂളിൻ്റെ എനർജി ആയിട്ട് എടുക്കുക ബിഫോർ ആൻഡ് ആഫ്റ്റർ കൊളീഷൻ. ബിഫോർ കൊളീഷൻ EIയും ആഫ്റ്റർ കൊളീഷൻ നമുക്ക് EFും ആയിട്ട് കൺസിഡർ ചെയ്യാം. അതുപോലെ ഇൻസിഡൻറ്റ് ഫ്രീക്വൻസി, ഫോട്ടോണിൻ്റെ ഇൻസിഡൻറ്റ് ഫ്രീക്വൻസി ന്യൂഐയും ഫൈനൽ ഫ്രീക്വൻസി ന്യൂഎഫും ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പം ആദ്യത്തെ കേസ് എന്ന് പറയുന്ന ഒരു ഇലാസ്റ്റിക് കൊളീഷൻ കൺസിഡർ ചെയ്യുക. അതായത് ഫോട്ടോൺ വന്ന് മോളിക്യൂളിനെ ഇടിക്കുന്നു,
മോളിക്യൂളിൻ്റെ ഫോട്ടോണിൻ്റെ ഫ്രീക്വൻസിക്ക് ചേഞ്ച് ഒന്നും വരുന്നില്ല. അതാണ് നമ്മുടെ ഇലാസ്റ്റിക് കൊളീഷനിൽ സംഭവിക്കുന്നത്. അപ്പം ഈ ന്യൂവിൻ്റെ വാല്യൂവിന് വ്യത്യാസമില്ല. അതായത് ന്യൂ ഐ ഇസ് ഈക്വൽ ടു ന്യൂ എഫ് എന്ന് നമുക്ക് കിട്ടും. അതുപോലെ സ്കാറ്റർ മോളിക്യൂളിൻ്റെ എനർജിക്ക് വ്യത്യാസമില്ല. ഇ എഫ് ഇസ് ഈക്വൽ ടു ഇ ഐ എന്ന് കിട്ടും. അപ്പം ന്യൂ എഫ് മൈനസ് ന്യൂ ഐ എന്ന് പറയുന്നതാണ് രാമൻ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അത് 0 ആയിട്ട് കിട്ടും. അപ്പോൾ ഈ കണ്ടീഷനിൽ ഇലാസ്റ്റിക് കൊളീഷനാണ് നടക്കുന്നതെങ്കിൽ നമുക്ക് അൺമോഡിഫൈഡ് ലൈൻ അല്ലെങ്കിൽ റെയലിക് ലൈൻ ആയിരിക്കും കിട്ടുന്നതെന്ന് ഓർക്കുക. ഈ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ സ്കാറ്റർ മോളിക്യൂള് ഈ ഫോട്ടോണിൻ്റെ എനർജിയുടെ ഒരു പാർട്ട് അങ്ങ് അബ്സോർബ് ചെയ്യുകയെന്ന് വിചാരിക്കുക. അപ്പോൾ സ്കാറ്റർ മോളിക്യൂളിൻ്റെ എനർജി കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ടാവും. അതായത് ഇ എഫ് ഗ്രേറ്റർ ദാൻ ഇ ഐ എന്ന് ആവും. അതെപ്പോഴാണ് സംഭവിക്കുന്നത്? ഫോട്ടോണിൻ്റെ എനർജി അബ്സോർവ് ചെയ്യുമ്പോൾ അപ്പോൾ ഫോട്ടോണിൻ്റെ ഫ്രീക്വൻസി കുറയുകയാണ് ചെയ്യുന്നത്. അപ്പം എന്നാ സംഭവിക്കുന്നത്? ആ ഇക്വേഷൻ നമുക്ക് കൊളീഷൻ ഇക്വേഷനായിട്ട് എഴുതുവാണെങ്കിൽ എങ്ങനെ എഴുതാം? ഇ ഐ പ്ലസ് എച്ച് ന്യൂ ഐ ഇസ് ഈക്വൽ ടു ഇ എഫ് പ്ലസ് എച്ച് ന്യൂ എഫ് എന്നാണ് ആഫ്റ്റർ കൊളീഷൻ ബിഫോർ കൊളീഷൻ കൺസർവേഷൻ അനുസരിച്ച് നമ്മൾ എഴുതുന്നത്. അപ്പോൾ അതിനെ റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് എച്ച് ന്യൂ എഫ് എന്ന് പറയുന്നത് എച്ച് ന്യൂ ഐ മൈനസ് ഇ എഫ് മൈനസ് ഇ ഐ ബൈ എച്ച് എന്ന് ഇക്വേഷൻ കിട്ടും. ഈ കേസിൽ ഞാൻ പറഞ്ഞു ഇ എഫ് ഇസ് ഗ്രേറ്റർ ദാൻ ഇ ഐ, അതായത് പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് വി എഫ് ഇസ് ഈക്വൽ ടു വി ഐ മൈനസ് ഇ എഫ് മൈനസ് എച്ച് ഐ ബൈ എച്ച് എന്നാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. അപ്പം നമുക്കറിയാം ഇ എഫ് ബൈ ഇ ഐ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയതുകൊണ്ട് സ്കാറ്റർ ചെയ്തതിൻ്റെ ഫ്രീക്വൻസി കുറവായിരിക്കും. സോ ദാറ്റ് റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് സ്റ്റോക്ക് ലൈൻസ്. അപ്പോൾ ഫോട്ടോണിൻ്റെ കുറച്ച് എനർജി സ്കാറ്റർ മോളിക്യൂൾ അബ്സോർബ് ചെയ്യുവാണെങ്കിൽ സ്കാറ്റർ ചെയ്യുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസി കുറയും. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ലൈറ്റിനെ വിളിക്കുന്ന പേരാണ് സ്റ്റോക്ക് ലൈൻസ്. അപ്പോൾ ഇൻഇലാസ്റ്റിക് സ്കാറ്ററിംഗ് ആണ് അവിടെ സംഭവിക്കുന്നത്. ഇനി മൂന്നാമത്തെ കേസ് എടുക്കുകയാണെങ്കിൽ സ്കാറ്റർ മോളിക്യൂൾ ഓൾറെഡി എക്സൈറ്റഡ് സ്റ്റേറ്റിലാണ്, ഹീറ്റ് ചെയ്തോ അല്ല ഏതെങ്കിലും ഒരു രീതിയിൽ അത് എക്സൈറ്റഡ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇ എഫ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഇ ഐ എന്ന് എഴുതാൻ പറ്റും. എക്സൈറ്റഡ് സ്റ്റേറ്റിൽ മോളിക്യൂളിന് ഇ എഫ് ലെസ് ദാൻ ഇ ഐ അതെന്ന് പറഞ്ഞ കാരണം ആ എക്സൈറ്റഡ് എനർജി കൊളീഷന് ശേഷം കുറച്ച് എനർജി ഫോട്ടോണ് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മോളിക്യൂളിൻ്റെ എനർജി കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇ എഫ് ലെസ് ദാൻ ഇ വൺ എന്ന് എഴുതാം. അപ്പം ഫോട്ടോൺ കുറച്ച് എനർജി എടുത്ത കാരണം ഫൈനൽ എനർജി ഓഫ് ദ മോളിക്യൂൾ വിൽ ബി ലെസ് കമ്പയറിങ് വിത്ത് ദ ഇനിഷ്യൽ. അപ്പം നമ്മുടെ മുമ്പത്തെ തന്നെ ഇക്വേഷൻ ന്യൂ എഫ് ഇസ് ഈക്വൽ ടു ന്യൂ ഐ മൈനസ് ഇ എഫ് മൈനസ് ഇ ഐ ബൈ എച്ച് എന്നുള്ള ഇക്വേഷനകത്ത് ഇ എഫ് മൈനസ് ഇ ഐ എന്ന് പറയുന്നത് നെഗറ്റീവ് കിട്ടി. അപ്പോൾ നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് പോസിറ്റീവ് വന്നു. അപ്പോൾ വി എഫ് ഇസ് ഗ്രേറ്റർ ദാൻ വി ഐ എന്ന്, അല്ലെങ്കിൽ ന്യൂ എഫ് ഇസ് ഗ്രേറ്റർ ദാൻ ന്യൂ ഐ എന്ന് കിട്ടി. അപ്പോൾ ഫ്രീക്വൻസി കൂടിയ ലൈനാണ് നമുക്കിവിടെ കിട്ടിയേക്കുന്നത്. അതിനെ നമ്മൾ ആൻറ്റി സ്റ്റോക്ക് ലൈൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ക്വാണ്ടം തിയറി പറയുന്നത്. വളരെ സിമ്പിളാണ്. ഇതൊരു ഇൻഇലാസ്റ്റിക് കൊളീഷനാണ്. അപ്പോൾ ആദ്യത്തേത് ഇലാസ്റ്റിക് കൊളീഷനും രണ്ടാമത്തേത് ഇൻഇലാസ്റ്റിക് കൊളീഷനും കൺസർവേഷനും വെച്ചാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ കമ്പാരിസൺ ഒരു ടേബിളാണിത്. ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം വൈബ്രേറ്റിംഗ് മോളിക്യൂൾ കൊണ്ടാണ് IR ഉണ്ടാകുന്നത് നമുക്കറിയാം. രാമൻ സ്പെക്ട്രം റൊട്ടേഷനും കൊണ്ടും വൈബ്രേഷനും കൊണ്ടും ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ പഠിച്ചു. അല്ലെങ്കിൽ സ്കാറ്ററിങ് കാരണമാണ് മെയിനായിട്ട് പറയുന്നത്. പിന്നെ പറഞ്ഞേക്കുന്ന IR റിസൾട്ട്സ് ഫ്രം ചേഞ്ചിങ് ഡൈപോൾ മൊമെൻറ്റ് ചേഞ്ച് ചെയ്തെങ്കിൽ മാത്രമേ IR സ്പെക്ട്രം കിട്ടത്തുള്ളൂ. എന്നാൽ രാമൻ സ്പെക്ട്രം കിട്ടണമെങ്കിൽ പോളറൈസബിലിറ്റി ചേഞ്ച് ചെയ്യുക എന്നുള്ള, മോളിക്യൂളിൻ്റെ പോളറൈസബിലിറ്റി ചേഞ്ച് ചെയ്യുക ഓൺ റൊട്ടേഷൻ ഓർ വൈബ്രേഷൻ എന്നുള്ളതാണ് അതിൻ്റെ കണ്ടീഷൻ. പിന്നെ വൈബ്രേഷൻ IR ആക്റ്റീവായിട്ടുള്ളത് ഡൈപോൾ മൊമെൻറ്റ് എന്ന് നേരത്തെ പറഞ്ഞു. രാമൻ ആക്റ്റീവ് ആവണമെങ്കിൽ പോളറൈസബിലിറ്റി ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ IR സ്പെക്ട്രം റിലേസ് ഓൺ ദ അബ്സോർപ്ഷൻ, ട്രാൻസ്മിറ്റൻസ് ആൻഡ് റിഫ്ലക്റ്റൻസ് ഓഫ് ഇൻഫ്രാറെഡ് മോളിക്യൂൾ.
ഇന്ന് രാമൻ സ്പെക്ട്രം എന്ന് പറയുന്നത് ഡീൽസ് വിത്ത് സ്കാറ്ററിങ് ഓഫ് ലൈറ്റാണ് പറയുന്നത്. പിന്നെ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ഫ്രീക്വൻസിയാണ് IR കിട്ടുന്നതെങ്കിൽ റിലേറ്റീവ് ഫ്രീക്വൻസി ആയിരിക്കും നമുക്ക് രാമൻ സ്പെക്ട്രത്തിൽ കിട്ടുന്നത്. ഹെട്രോ ന്യൂക്ലിയർ മോളിക്യൂൾ മാത്രമേ IR സ്പെക്ട്രം കാണിക്കത്തുള്ളൂ. എന്നാൽ രാമൻ സ്പെക്ട്രം ഹോമോ ന്യൂക്ലിയർ H2, Cl2, O2 എന്നൊക്കെ പറയുന്ന O3 എന്നൊക്കെ പറയുന്ന മോളിക്യൂളെല്ലാം രാമൻ സ്പെക്ട്രം കാണിക്കും. അതുപോലെ സാമ്പിൾ പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് IR സ്പെക്ട്രത്തിൻ്റെ കേസിൽ. എന്നാൽ രാമൻ സ്പെക്ട്രത്തിൻ്റെ കാര്യത്തിൽ സാമ്പിൾ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വെള്ളം സോൾവൻ്റായിട്ട് ഉപയോഗിച്ച് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഫ്ലൂറസെൻസുമായിട്ട് ഇൻ്റർഫിയർ ചെയ്യും ഇൻ്റർഫിയർ ചെയ്യത്തില്ല IR എങ്കിൽ രാമൻ സ്പെക്ട്രത്തിനകത്ത് ഫ്ലൂറസെൻസ് ഇൻ്റർഫിയർ ചെയ്യും. പിന്നെ പറയാനുള്ളത് അയോണിക് ക്യാരക്ടറാണ് നമുക്ക് അതിൻ്റെ ഇൻഡിക്കേഷനാണ് IRൽ നിന്ന് കിട്ടുന്നതെങ്കിൽ കൊവാലൻ്റ് ക്യാരക്ടറാണ് നമുക്ക് രാമൻ സ്പെക്ട്രത്തിൽ നിന്നും ലഭിക്കുന്നത്. അതുപോലെ IR എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻ്റ് വില കൂടിയതാണ് എന്ന് പറഞ്ഞാൽ രാമനെ കമ്പയർ ചെയ്ത് എക്സ്പെൻസീവ് അല്ല. മിക്കവാറും എല്ലാ ലാബിലും ഉണ്ട് FTIR. എന്നാൽ രാമൻ സ്പെക്ട്രം എന്ന് പറയുന്നത് സ്പെക്ട്രോമീറ്റർ എന്ന് പറയുന്നത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണ്. ഇനി നമുക്ക് അറിയേണ്ട കാര്യം റൂൾ ഓഫ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നൊരു റൂളുണ്ട്. അതായത് മോളിക്യൂളിന് സെൻറ്റർ ഓഫ് സിമെട്രി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറേ വൈബ്രേഷൻസ് ഉണ്ട്. ആ വൈബ്രേഷൻസ് ഏതെങ്കിലുമൊക്കെ IR ആക്റ്റീവ് ആണെങ്കിൽ അതൊന്നും തന്നെ രാമൻ ആക്റ്റീവ് ആയിരിക്കത്തില്ല. എന്നാൽ ഏതെങ്കിലുമൊക്കെ രാമൻ ആക്റ്റീവ് ആണെങ്കിൽ അത് IR ആക്റ്റീവ് ആയിരിക്കത്തില്ല. അപ്പോൾ ഒന്നേ രാമൻ ആക്റ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ IR ആക്റ്റീവ് ആയിരിക്കത്തില്ല. എപ്പോഴാണ് മോളിക്യൂളിന് സെൻറ്റർ ഓഫ് സിമെട്രി ഉണ്ടായിരിക്കും. പിന്നെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ ലീനിയർ മോളിക്യൂളാണ്. സെൻറ്റർ ഓഫ് സിമെട്രിക് ആയിട്ടുള്ള ഒരു മോളിക്യൂളാണ്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഓഫ് സിമെട്രി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അതിന് റൂൾ ഓഫ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ അവിടെ ആപ്ലിക്കബിളാണ്. അതിന് മെയിനായിട്ട് 4 മോഡ്സ് ആണുള്ളത്. അതാണ് ഈ വരച്ചേക്കുന്നത്. ആദ്യത്തേതെന്ന് പറഞ്ഞാൽ സ്ട്രെച്ചിങ് ആണ്. രണ്ടാമത്തേത് എസിമെട്രിക് സ്ട്രെച്ചാണ്. മൂന്നാമത്തേത് ബെൻഡാണ്. നാലാമത്തേതും ബെൻഡാണ്. അപ്പം ഈ ഇതിനകത്തെ ആദ്യത്തേത് മാത്രമേ ഉള്ളൂ രാമൻ ആക്റ്റീവ്, മറ്റേത് 3 IR ആക്റ്റീവാണ്. ആദ്യത്തെ രാമൻ ആക്റ്റീവായിട്ടുള്ളത് IR ഇന്നാക്റ്റീവാണ്. മറ്റേത് 3 രാമൻ ഇന്നാക്റ്റീവാണ്. ആ സമയം IR ആക്റ്റീവാണ്. അപ്പോൾ അത് ഓർത്തേക്ക്. കൂടുതലായിട്ടൊന്നും നിങ്ങൾക്ക് ഇപ്പോഴേ പഠിക്കേണ്ട, നിങ്ങൾ കെമിസ്ട്രിയിൽ അത് പഠിച്ചോളും. അപ്പോൾ ഇത്രയും മോഡ്സ് ഉണ്ട് എന്ന് ഓർക്കുക. ഇപ്പോൾ രാമൻ ആക്റ്റീവായിട്ടുള്ളത് IR ഇന്നാക്റ്റീവ് ആയിരിക്കും എന്ന് ഓർക്കുക. എന്നാൽ സെൻറ്റർ ഓഫ് സിമെട്രി ഇല്ലാത്ത മോളിക്യൂളാണെന്നുണ്ടെങ്കിൽ 2 രാമൻ ആക്റ്റീവും IR ആക്റ്റീവ് ആകാനുള്ള സാധ്യതയുണ്ട് എന്ന് ഓർക്കുക. ഇനി നമുക്ക് ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസിലേക്ക് കടക്കാം. ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് എന്ന് പറയുന്ന അറ്റോമിക് ന്യൂക്ലിയയുടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി, ഒരു ഫിനോമിനയാണ്. നമുക്കറിയാം അറ്റോമിക് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് അത് സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്. അപ്പം ന്യൂക്ലിയസ് പോസിറ്റീവ് ചാർജാണുള്ളത്. അപ്പോൾ ചാർജ്ഡായിട്ടുള്ള ന്യൂക്ലിയസ് സ്പിൻ ചെയ്യുമ്പം അതിന് ഒരു മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് മ്യൂ ഉണ്ട്. അപ്പോൾ അതിൻ്റെ സ്പിൻ കാരണമുള്ള ഒരു മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് ഉണ്ട്. അപ്പം ആ സ്പിന്നിങ് ആയിട്ടുള്ള ന്യൂക്ലിയസ് നമ്മളൊരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുകയാണെങ്കിൽ ആ മാഗ്നറ്റിക് മൊമെൻറ്റ് ആ എക്സ്റ്റേണൽ ഫീൽഡിൻ്റെ ഡയറക്ഷനിലും ആ എക്സ്റ്റേണൽ ഫീൽഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലും അലൈൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. കൂടുതൽ നമ്പർ ഓഫ് മോളിക്യൂളും എക്സ്റ്റേണൽ ഫീൽഡിന് പാരലലായിട്ട് അലൈൻ ചെയ്യും, കുറച്ചെണ്ണം പെർപെൻഡിക്കുലറായിട്ട് അലൈൻ ചെയ്യും. ഇപ്പോൾ 2 സ്റ്റേറ്റായിട്ട് ഇത് ഡിവൈഡ് ചെയ്യുന്ന ചുരുക്കം. പിന്നെ ലോവർ എനർജി സ്പിൻ സ്റ്റേറ്റും അപ്പർ എനർജി സ്പിൻ സ്റ്റേറ്റ് നമുക്ക് E1ഉം E2 എന്ന് വിളിക്കാം. E1 എന്ന് പറയുന്നത് ലോവർ എനർജി സ്പിൻ സ്റ്റേറ്റും E2 എന്ന് പറയുന്നത് അപ്പർ എനർജി സ്പിൻ സ്റ്റേറ്റുമായിട്ട് പറയാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെൻറ്റം എന്ന് പറയുന്നത് ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുന്നത് സ്പിൻ ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുന്നത് +or -½ ആയിരിക്കും. +½ ആയിരിക്കും ലോവർ
എൻആർജി സ്പിൻ സ്റ്റേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്, -½ ആയിരിക്കും 1/2 മൊമെൻറ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിന് തമ്മിലുള്ള എനർജി ഡിഫറൻസ് ΔE എന്ന് പറയുന്നത് വരുന്നത് ഒരു സാധാരണ നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ ഫീൽഡിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് റേഡിയോ ഫ്രീക്വൻസി റേഞ്ചിലായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്ത ഒരു അറ്റോമിക് ന്യൂക്ലിയസിന് നമുക്കൊരു എക്സ്റ്റേണൽ ഫോട്ടോൺ അപ്ലൈ ചെയ്യുവാണെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഇവിടെ 2 എനർജി ലെവൽ എടുത്തിട്ടുണ്ട്, E1 E2 സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ΔE. അപ്പോൾ അങ്ങനെ ഒരു ഫോട്ടോൺ റേഡിയോ ഫ്രീക്വൻസി റേഞ്ചിൽ അപ്ലൈ ചെയ്യുന്ന ഉടനെ ഞാൻ പറഞ്ഞു അത് നേരത്തെ എക്സ്റ്റേണൽ ഫീൽഡിൻ്റെ ഡയറക്ഷനിലിരുന്ന മൊമെൻറ്റം നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് അത് ഫ്ലിപ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. എപ്പോഴാണ് ആ ΔEക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇൻസിഡൻറ്റ് ഫ്രീക്വൻസി വരുവാണെങ്കിൽ റെസണൻസ് നടക്കുമെന്ന് പറയും. അപ്പോഴാണ് ഈ ഫ്ലിപ്പ് നടക്കുന്നത്. ഓറിയൻറ്റേഷൻ, ആ സ്പിന്നിൻ്റെ ഓറിയൻറ്റേഷൻ സ്പോണ്ടേനിയസ് ആയിട്ട് ഫ്ലിപ്പ് ചെയ്യുന്നതായിട്ട് ഒന്നിൽ നിന്ന് വേറെ ഒന്നിലേക്ക് മാറിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിനെയാണ് നമ്മൾ ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസണൻസ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കിട്ടുന്ന ΔE എന്ന് പറയുന്നത് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്തിന് പ്രൊപ്പോർഷണലായിരിക്കും. അതുപോലെ തന്നെ ജി എന്ന് പറയുന്നത് ന്യൂക്ലിയസിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയെ കാണിക്കുന്ന ഒരു പാരാമീറ്ററാണ്. അതിനെ ഗൈറോ മാഗ്നറ്റിക് റേഷ്യോ എന്നാണ് വിളിക്കുന്നത്. അപ്പം ΔE എന്ന് പറയുന്നത് GH⁻B0 എന്നാണ് പറയുന്നത്. H⁻ എന്ന് പറയുന്നത് h/2π ആണ്. H എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്, നിങ്ങൾക്കറിയാം. ആ ΔEക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസിയാണ് നമ്മൾ റെസണൻസ് ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നത്. ഇതാണ് ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസണൻസ് എന്ന് പറയുന്നത്. അത് കാണിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കെമിക്കൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഈ ഇലക്ട്രോൺ ക്രൗഡിന് ചുറ്റും ന്യൂക്ലിയസിൻ്റെ ചുറ്റുമുള്ള ഇലക്ട്രോൺ ക്രൗഡ് കാരണം ഒരു എക്സ്റ്റേണൽ ഫീൽഡ് ഈ ന്യൂക്ലിയസിന് ചുറ്റുമുണ്ട്. അത് ഈ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിനെ അഫക്റ്റ് ചെയ്യുകയും ശരിയായിട്ട് ഈ ന്യൂക്ലിയസിന് കിട്ടുന്ന മാഗ്നറ്റിക് ഫീൽഡിനൊരു വ്യത്യാസം വരികയും ചെയ്യും. അതിനെയാണ് ഷീൽഡിങ് എന്ന് പറയുന്നത്, ഷീൽഡിങ് എഫക്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇഫക്റ്റീവായിട്ട് കിട്ടുന്ന ന്യൂക്ലിയസിന് കിട്ടുന്ന ഫീൽഡിനെ നമുക്ക് B = B0 × 1 - സിഗ്മ എന്ന് വിളിക്കാം. ആ സിഗ്മയെയാണ് ഷീൽഡിങ്. സിഗ്മ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഷീൽഡിങ് എഫക്റ്റ്. അപ്പോൾ ഷീൽഡിങ് എഫക്റ്റ് കാരണം റെസണൻസ് ഫ്രീക്വൻസിക്ക് ഒരു ഷിഫ്റ്റ് ഉണ്ടാവും. ആ ഷിഫ്റ്റിനെ വിളിക്കുന്ന പേരാണ് കെമിക്കൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ആ കെമിക്കൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയസിന് ഇലക്ട്രോണിക് എൻവയോൺമെൻറ്റ് എന്താണെന്ന് പഠിക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ സഹായിക്കും. അതിൻ്റെ ഇലക്ട്രോണിക് എൻവയോൺമെൻറ്റിൽ നിന്നും നമുക്കതിൻ്റെ സ്ട്രക്ചർ, മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കുമെന്ന് സ്റ്റഡി ചെയ്യാൻ സാധിക്കും. അങ്ങനെ ബ്ലോച്ച് ആൻഡ് പർസൽ എന്ന് പറയുന്ന 2 ശാസ്ത്രജ്ഞന്മാർ അത് സ്റ്റഡി ചെയ്ത് 1952 നോബൽ സമ്മാനം ലഭിച്ചു. ഇപ്പോൾ NMR കൊണ്ടുള്ള ബാക്കി ഉപയോഗങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ കെമിക്കൽ കോമ്പസിഷൻ പഠിക്കാൻ സഹായിക്കും. അതുപോലെ പ്യൂരിറ്റി അനലൈസ് ചെയ്യാൻ പറ്റും. റിയാക്ഷൻ കൈനറ്റിക്സ് പഠിക്കാൻ പറ്റും. നമുക്കറിയാം MRI പോലുള്ള സ്കാനിങ്ങിന് ഡയഗ്നോസ്റ്റിക് പർപ്പസിനും നമുക്ക് NMR സ്പെക്ട്രോസ്കോപ്പി വളരെ വൈഡാണ്. ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനൊക്കെ വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട്.